അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാം. പാലൊന്ന് ചൂടാക്കി എടുക്കാം. പാല് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായ മാത്രം മതി. ഈ ചൂടായ പാലിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ചൂടായ പാലിൽ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചൂടാവാത്ത പാലാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ കിടക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാല് കുറച്ചും കൂടെ കട്ടിയാവും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ പാൽപ്പൊടി പാലുമായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളയ്ക്കണം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലിതാ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്ക അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ തരി മാത്രം എടുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. വീണ്ടും ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയി കിട്ടണം. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. സാധാരണ ആ പാത്രമാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവണം. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പൊ കണ്ടില്ലേ, ചെറിയ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി വരണം. നല്ലൊരു ഗോൾഡൻ നിറം ആയാൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം ആവാൻ നിൽക്കരുത്. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതുപോലെ ആവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറി നിന്ന് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുക. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഈ ചെറിയ കട്ടകൾ പോലെ കിടക്കും, അതെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ എല്ലാം എന്താ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മറ്റൊരു സ്റ്റൗവിൽ വെക്കുക. പാല് ചൂടായി കൊണ്ട് തന്നെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 10 ഗ്രാമിലുള്ള ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് പാല് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് കുഴപ്പമില്ല. പാലിൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് മെൽറ്റായിക്കോളും. അതിൻ്റെ ചൂടും ചൈന ഗ്രാസിൻ്റെ ചൂടും ഒരേ അളവിലായിരിക്കണം. അപ്പോൾ രണ്ടും ഒരേ ചൂടല്ല എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചെടുത്തൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സായി കുറച്ച് വരുന്ന സമയത്ത് റെഡി ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് മധുരമൊക്കെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ്, നല്ല ഒരു മണവുമാണ് ഇതിന്. നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന വെറും സിമ്പിൾ ആയിട്ടുള്ള ചേരുവകളല്ലേ ഉള്ളൂ. അതിലും പഞ്ചസാരയും ചൈന ഗ്രാസും മാത്രമേ ഉള്ളൂ. 3 ചേരുവ കൊണ്ട് പെട്ടെന്ന് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒക്കെ ഉണ്ട്, അതൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. കട്ടകളെല്ലാം മാറി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഒരു പാത്രത്തിലേക്ക്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കുക. നമ്മൾ ഗ്ലാസിന്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരിപ്പേ കൂടി ഇതൊന്ന് അരിച്ചൊഴിക്കുക. എന്തെങ്കിലും ഏലക്കയുടെ തരികളോ അനാഗ്രാസിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. എയർ ബബിൾസ് ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പതകളുണ്ടല്ലോ, അത് നമുക്കിതുപോലെ കോരി മാറ്റാം. കോരി മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല അതിൻ്റെ തൊലിയോട് കൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടികല്ല് വെച്ച് ഒന്ന് ചവച്ചെടുത്താൽ മതിയാവും. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തൊലിയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇത് കാണാൻ ഒരു ഭംഗിയായിരിക്കും, കുറച്ചും കൂടെ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും നിലക്കടല ഒന്ന് വിതറിയിട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 5-6 മണിക്കൂർ നമുക്ക് ചൂട് മാറണം, എന്നാൽ മാത്രമേ ഇത് സെറ്റ് ആവുള്ളൂ. സെറ്റായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ കാരമൽ പുഡിങ് ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാരമൽ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആയിലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്